11,005 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ജയിക്ക് പിണറായി 3.0 അല്ലെങ്കിൽ ഞങ്ങളുടെ തുടർഭരണം വീണ്ടും എന്നുള്ളത് LDF കഴിഞ്ഞ കുറച്ച് നാളുകളായി കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിരുന്ന ഒരു നറേറ്റീവ് ആയിരുന്നു. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കറ. ഇതോടുകൂടി നിലമ്പൂരോടുകൂടി അത് തകർന്നു വീണോ? പറയൂ. ഒരിക്കലും ഇല്ല. ഇപ്പൊ തിരിച്ചു കയറും വാസു സർക്കിളായിട്ട്. എന്തുകൊണ്ട് തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കും? അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. എന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇതാ സാർ, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മറവിൽ കേരള രാഷ്ട്രീയത്തിന്റെ സമ്പൂർണമായ ആത്യന്തിക നേരവകാശം ഞങ്ങൾക്കാണെന്ന നിലയിലുള്ള പ്രചരണം നടത്തിയാൽ അതിനു മുമ്പിൽ നിശബ്ദരായി നിർനിമേഷനായി നിന്നുകൊടുക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ ലോകം ആദരിക്കുന്ന കേരളത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള സാഹിത്യ നായകന്മാരെ കുഴലൂത്തുകാർ എന്ന നിലയിലാണ് UDFന്റെ പ്രതിനിധി അപഹസിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഇവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇവർ കുഴലൂത്തുകാരായി മാറിയോ? ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. നിങ്ങൾക്കെതിരെയല്ല, നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ നട്ടല് വളയ്ക്കാതെ ശിരസ് കുനിക്കാതെ ഇതിഹാസ സമാനമായ ധൈര്യത്തോടുകൂടെ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിൽ പ്രമുഖരായി പല എഴുത്തുകാരും. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അസാധാരണമായ വിധം വോട്ട് ചോർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. 2011 നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറിലേക്ക് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മാറി എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ വിശദീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതുകൊണ്ട് കേരളത്തിൽ സർക്കാർ നിലംപതിക്കാൻ വേണ്ടി പോകുന്നു. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ സ്വാഭാവിക നീതിക്ക് എതിരെ നിൽക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റാണ് ഇത് എന്ന പരിപ്രേക്ഷ്യത്തെയാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നിലത്ത് നിൽക്കണ കാലം കുറെ ആയി കണ്ണമേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതടപെടുത്ത് വെട്ടിയാലും അതിന് മറുപടി കണ്ണമേനോന്റെ കയ്യിലുണ്ട്. 2016 എന്റെ ഓർമ്മ ശരിയെങ്കിൽ 43.87% വോട്ടിന്റെ പിന്തുണയുമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആത്യന്തികമായി ഒരു സ്വതന്ത്ര പരിവേഷത്തോടുകൂടെ മുൻ MLA നിർത്തി 35 വർഷക്കാലത്തെ UDFന്റെ തുടർ പ്രാതിനിധ്യത്തിന്റെ ചരിത്രം നിലമ്പൂരിൽ അവസാനിപ്പിച്ച് സ്വതന്ത്രനെ മുൻനിർത്തി UDFന്റെ ഒരു വോട്ട് കൂടെ ആ സ്വതന്ത്രനിലൂടെ സമാഹരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 43% വോട്ട് സംസ്ഥാനത്ത് കൈവരിച്ചപ്പോൾ 91 സീറ്റിൽ 1 സീറ്റ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. കോൺഗ്രസ് പ്രതിനിധി മറന്നാലുമില്ലെങ്കിലും ആങ്കർ മറക്കാൻ പാടില്ലല്ലോ. 2021 43% ഉണ്ടായിരുന്ന കേരളത്തിലെ ഇടതുപക്ഷം 46.8% വോട്ടോടുകൂടെ കേരളത്തിൽ വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടെ അധികാരത്തിൽ വന്നു. താൻ എന്തോന്നാണോ പ്രസംഗിക്കുന്നത്? താനിപ്പോ എന്തോ ഒലത്തുവെന്നായി പറയുന്നത്. 91 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുമുന്നണി 99 സീറ്റോടുകൂടെ അധികാരത്തിൽ വന്നു. ആ 2021 നിലമ്പൂർ മണ്ഡലത്തിന്റെ ചിത്രം എന്താണ്? UDFന്റെ വോട്ട് ഷെയർ 4% വർദ്ധിച്ചു. LDFന്റെ വോട്ട് ഷെയർ 1% കുറഞ്ഞു. ഇതേ സ്വതന്ത്രൻ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് വിജയിച്ച അതേ നിലമ്പൂർ മണ്ഡലത്തിൽ കേരളമെമ്പാടും ഇടതുപക്ഷ തരംഗം വീശിയടിച്ച 91 സീറ്റോടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 99 സീറ്റോട് കൂടെ തുടർഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതേ സ്വതന്ത്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷം 1% വോട്ട് കുറയുകയും UDF 4% വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. ആ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ, താൽക്കാലിക അനുഭവത്തെ മാത്രം മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുമോ കേരളത്തിൽ UDF തരംഗം അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ചിത്രീകരണം അങ്ങനെ പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ലടാ. സമാധാനത്തോടെ തിരിഞ്ഞടക്കടാ. എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നേ. ആ സാംസ്കാരിക നായകന്മാർ എന്നെ കാലം തൂക്കി നിലത്തടിക്കുന്നെങ്കിൽ പിന്നെ നടക്കട്ടെ. ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകരായ ചില സാംസ്കാരിക നായകന്മാർ, എനിക്ക് അവിടെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിന് വോട്ട് ചെയ്തേനെ. അങ്ങ് പ്രഖ്യാപനോട്ട് ഇറങ്ങല്ലേ. എന്നിട്ട് എന്തായി ഇപ്പോ? ഇത്രയും വലിയ കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വലിയ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടും M സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം 118 വോട്ടിന്റെ ലീഡ് മേടിച്ചൊഴിച്ചാൽ ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പുറകെ പോയില്ലേ? ജനിച്ച ബൂത്തിൽ പുറകെ പോയില്ലേ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പുറകെ പോയില്ലേ? അതിനപ്പുറം എന്താ വേണ്ടത്? പറയുന്നതാ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ മാത്രമാണ് 2 തവണ ജയിച്ചതെന്നാണ്.
നിങ്ങൾ പരീക്ഷണം നടത്തിയതാണെങ്കിൽ ഞാൻ വീണ്ടും കണക്കിലേക്ക് തന്നെ പോവുക. 2011 LDF 44.5% വോട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരീക്ഷണം നടത്തിയ ഒരു പിന്നെ UDF-കാരനായ ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്ന് നിങ്ങൾ കൂടെ കൂട്ടി. നിങ്ങൾക്ക് കൂടി എത്ര ശതമാനം വോട്ടാ? 3%, 47% മാറി അല്ലേ? അദ്ദേഹം പോയപ്പോൾ എത്ര ശതമാനം വോട്ടാണ് കൊണ്ടുപോയത്? 11%, അല്ലേ? അധികമായി 8% കൊണ്ടുപോയത് ആരുടെ വോട്ടാണ്? അതുകൂടെ പറയട്ടെ. ഞങ്ങളൊരു സ്വതന്ത്രനെ കൊണ്ടുവന്നു, അദ്ദേഹം പോയപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ട് പോയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ 3% വന്ന പോയപ്പോൾ 15% കൊണ്ടുപോയെന്നേ. ഞങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പറയുമ്പോൾ നിങ്ങളുടെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? കാക്കരയിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ ജയിച്ചത് അവിടെ ഉണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി വോട്ടിന്. ആരാ മത്സരിച്ചെന്ന് പറയേണ്ടതില്ലോ? ചാണ്ടി ഉമ്മനാണ്. താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, ചാണ്ടി ഉമ്മനാണ് മത്സരിച്ചത്. എനിക്ക് അവന്മാർ സാറിന് താങ്ങിയതുപോലെ തോന്നി. അല്ല, 4 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. പാലക്കാട് 5 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അപ്പോഴൊക്കെ പറഞ്ഞെന്താ? സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാ. ഇപ്പോ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ പറയുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ല. ചേലക്കരയെ കുറിച്ച് പറയുന്നു. ചേലക്കരയിൽ എത്രയായിരുന്നു നിങ്ങളുടെ തുടക്കത്തിലെ ഭൂരിപക്ഷം 2021? ഇപ്പോൾ എത്രയാ വോട്ടിനാണ് നിങ്ങൾ ജയിച്ചത്? ചേലക്കരയിൽ 4-1 കുറച്ചില്ലേ? അത് കാണുന്നില്ലേ? അപ്പോൾ ജനങ്ങളുടെ വികാരം ഈ ഇടതുപക്ഷ സർക്കാരിനാണ് എന്ന് തെളിയിക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റുകൾ ഈ പറഞ്ഞ 4 വർഷത്തിനിടയിൽ 5 സ്ഥലത്തോ 6 സ്ഥലത്തോ ഉണ്ടായിട്ടും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്താ പറയേണ്ടത്? അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. തുടർഭരണത്തിന് തുടർച്ചയില്ലാതാകുമോ? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം കൈവരിക്കപ്പെട്ടപ്പോൾ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ ഉറ്റ സ്നേഹിതനായ നേതാവ് ഒരു ആലപ്പുഴയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് 2021 ശേഷം പറഞ്ഞു, മുഖ്യമന്ത്രിയായിരിക്കാൻ എന്റെ സ്വപ്നമായിരുന്നു, പക്ഷെ നടന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോൾ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കളയാവുന്ന. ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ പല ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ അതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. താൽക്കാലികമെങ്കിലും ഈ തിരിച്ചടിയെ അതായി തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് തന്നെ സഖാവ് M. സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ 2026 കേരളത്തിൽ ഇടതുപക്ഷം ഈ ചരിത്ര തുടർഭരണത്തിന്റെ തുടർച്ച സൃഷ്ടിക്കാൻ വീണ്ടും ഇവിടെ തന്നെ വരും. 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. എവിടെയും ആരും ഒളിച്ചോടാൻ പോകുന്നില്ല. പാർലമെന്റിലോ പഞ്ചായത്തിലോ തോറ്റാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന സമീപനം കോൺഗ്രസിനും UDF-നും കാണും. ആ അളവുകൾ ഞങ്ങളുടെ അടുക്കലേക്ക് വെച്ച് ഞങ്ങളെ അളക്കല്ല. ഞങ്ങളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യം ഇതല്ല. ദയവായി ഞങ്ങൾ മനസ്സിലാക്കണം. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?